الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, സ്രഷ്ടാവായ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് പരലോകത്ത് സ്വർഗം നേടിയെടുക്കുന്നവരുടെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാന്യമായ ഉപജീവനത്തെ നമുക്ക് നൽകാമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം സൂറത്തുൽ ഹജ്ജിലെ 50-ാമത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചത് ആ ഭാഗമാണ്. മാന്യമായ ഉപജീവനം എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. മാന്യമായ ഉപജീവനത്തിന് എന്താണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ദീനിയായി നമ്മൾക്ക് എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധയുണ്ടാകേണ്ടത് എന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു അധ്യാപനം അത് നമ്മളുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ഈ ഭൗതിക ജീവിതത്തിന്റെ നല്ല നിലക്കുള്ള മുന്നോട്ടു പോക്കിന്, ദീനിയായ ജീവിതത്തിനും അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യം വരും. ആ നിലക്ക് ഇന്നത്തെ ഈ ഖുതുബയിൽ ആ ഒരു ഭാഗം ശ്രദ്ധയിലുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഹജ്ജിലെ 50-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെയും അമലുസ് സ്വാലിഹാത്തിനെയും ചേർത്തു പറഞ്ഞുകൊണ്ട് അത് രണ്ടും ജീവിതത്തിൽ പുലർത്തിപ്പോരുന്നവരായ ആളുകൾക്ക്, അത് ഈമാനും അമലുസ് സ്വാലിഹാത്തും എന്ന് പറയുമ്പോൾ വിശാലമായി കിടക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ അള്ളാഹു അവിടെ ചുരുക്കി അത് പറഞ്ഞു. അത് രണ്ടുമുള്ളവർക്ക് മഗ്ഫിറത്തുണ്ട്. ഒന്ന്, പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ മഗ്ഫിറത്തുണ്ട്. എന്നിട്ട് പൊതുവായി പറഞ്ഞു വരിസുഖുൻ കരീം. ആ റിസുഖുൻ കരീം എന്നതിനെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന ആനന്ദത്തെക്കുറിച്ചാണ് എന്നതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിൽ മാന്യമായ ഉപജീവനത്തെക്കുറിച്ചുകൂടിയാണ് എന്ന് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ആ നിലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് നല്ല ഒരു ഉപജീവന മാർഗം, മാന്യമായ ഉപജീവന മാർഗം, റിസുഖുൻ കരീം എന്ന് പറഞ്ഞാൽ അതാണ്. അത് ലഭ്യമാകണമെങ്കിൽ
അള്ളാഹു നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ആ ആയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൊട്ട് മുൻപുള്ള കാര്യങ്ങളിൽ വിശദീകരിക്കുന്നത്, ആയത്തിലൂടെ വിശദീകരിക്കുന്നത്, നമുക്കൊരു വിശിഷ്ടമായ ജീവിതം റബ്ബിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് കാഴ്ചവെക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനും അനുസരിച്ചിട്ട് നമ്മൾ റബ്ബിന് വിധേയപ്പെട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു വേള നമ്മളെ ആക്ഷേപിക്കുകയും നമുക്ക് നേരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരും പല ഭാഗത്തു നിന്ന്. നമ്മൾ മാന്യതയായി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും അനുസരിച്ച് ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പം തന്നെ അവിടെ നമുക്ക് പലപ്പോഴും അല്ല, നല്ല ശതമാനവും ബാത്തിലൊക്കെ നോക്കേണ്ടി വരും. നല്ല ശതമാനം വാക്കല്ല അവിടെ ശരി, പൂർണ്ണമായിട്ടും ഹക്കും ബാത്തിലും നോക്കേണ്ടി വരും. അപ്പൊ ഹക്കും ബാത്തിലൊക്കെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരും, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. ആ ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ പോലും റബ്ബിന്റെ മുൻപിൽ ഞാൻ നിരപരാധിയാണ്, ഉലൈക മുബറഊൻ എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അവിടെ തൊട്ട് മുമ്പുള്ള ആയത്ത് നോക്കിയാൽ മതി. അപ്പൊ അവിടെ ആ ഒരു നിരപരാധിത്വം അല്ലാഹുവിന്റെ മുൻപാകെ നമുക്ക് ബോധ്യപ്പെടുത്താൻ റബ്ബിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ആ അർത്ഥത്തിൽ ഈമാനും അമലു സ്വാലിഹാത്തും ജീവിതത്തിൽ പുലർത്തുന്ന ആൾക്ക് പരലോകത്ത് മഗ്ഫിറത്തുണ്ട്. അതോടൊപ്പം പരലോകത്ത് സ്വർഗത്തിൽ മാന്യമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് റിസ്ഖുണ്ട്. അതോടൊപ്പം റിസ്ഖുൻ കരീം എന്നതുകൊണ്ടുള്ള താല്പര്യം ഈ ഭൗതിക ജീവിതത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാന്യമായ ഉപജീവനം കിട്ടും. ഒരു ഭാഗമാകും. ഇനി അതേപോലെ തന്നെ സൂറത്തു സബയിലാണ് മറ്റൊരായത്തുള്ളത്, മറ്റൊരു ഭാഗമുള്ളത്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകം സംഭവിക്കും എന്നുള്ള ആ സത്യത്തെ റബ്ബിന്റെ മുൻപിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ അത് അംഗീകരിക്കുന്ന ആളുകൾ നിഷേധിക്കുന്നില്ല, അതിനെ തള്ളിക്കളയുന്നില്ല, അതിനെ നിരാകരിക്കുന്നില്ല. അസ്സാഅത്ത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന തികഞ്ഞ ഈമാനുള്ള മനുഷ്യന്മാരുണ്ടാകും. അങ്ങനെ അതിനെ സത്യസന്ധമായി വിശ്വസിക്കുന്നു, അതിനു വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു. ആ കർമ്മങ്ങൾക്ക് അത് എത്ര തന്നെ ചെറുതാണെങ്കിലും, ചെയ്യുന്ന കാര്യങ്ങൾ എത്ര തന്നെ ചെറുതാണെങ്കിലും, ചെറുതാവട്ടെ വലുതാവട്ടെ എന്നൊക്കെ അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ചെറുതോ വലുതോ ആയ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അവർ പരലോക ബോധത്തോടുകൂടി ചെയ്യുന്നു, നാളെ റബ്ബ് ഇതിന് പ്രതിഫലം നൽകും എന്നുള്ള ഉറപ്പ് തനിക്കുണ്ട്. ആ ഒരു ഉത്തമ ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോയി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സംസാരിക്കുമ്പോൾ സൂറത്തു സബ് അധ്യായത്തിന്റെ 4-ാമത്തെ ആയത്ത്, തൊട്ട് മുൻപുള്ള ആയത്തുകളൊക്കെ പരിശോധിക്കണേ. അങ്ങനെ അള്ളാഹു അവിടെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ലിയജ്സിയല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ക്വാളിറ്റീസ്, ഗുണഗണങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നവരായ ആളുകൾക്കുള്ള പ്രതിഫലം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. എന്ന് അല്ലാഹു പറയാം, അവർക്ക് പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയാണ് സംവിധാനം പരലോകം വെച്ചിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഗ്ഫിറത്തുണ്ട്, വരിസ്ഖുൻ കരീം, മാന്യമായ ഉപജീവനം, ദുനിയാവിലും മാന്യമായ ഉപജീവനം റബ്ബിന്റെ അടുക്കൽ നിന്ന് ലഭ്യമാകും എന്ന് അവിടെ സൂറത്തു സബഇന്റെ 4-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ 3-ാമത് മറ്റൊരു ഭാഗം എന്നറിയോ, ഇതൊക്കെ ഒരു ഇൽമിയായ നിലക്ക് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതും അതോടൊപ്പം ആ ഇൽമ് നമ്മളെ ഈ അർത്ഥത്തിൽ സ്വാധീനിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ ഇന്നത്തെ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു മാന്യമായ ഉപജീവനത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് ദീനിയായി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു അധ്യാപനം കൂടിയാണ് നമ്മൾക്ക് അറിയുന്ന കാര്യത്തെ ഓർത്തെടുക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ അതൊരു ഉത്ബോധനമായി കൊണ്ട് ഉൾക്കൊള്ളുകയോ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, സൂറത്തുൽ അൻഫാലിലെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻഫാലിനെ കുറിച്ച് വിശദീകരിക്കുകയാണല്ലോ. അൻഫാൽ എന്ന് പറഞ്ഞാൽ ഗനീമത്താണ്, അൽ ഗനായിമിനാണ്, യുദ്ധ സ്വത്തുക്കൾക്കാണ്, യുദ്ധാനന്തര സ്വത്തുക്കൾക്കാണ് അൽ അൻഫാൽ എന്ന് പറയുക. അൻഫാൽ എന്റെ അഥവാ യുദ്ധാനന്തര സ്വത്തുക്കളുടെ വീതം വെപ്പുമായി ബന്ധപ്പെട്ട് ഹുക്ം അല്ലാഹു വിശദീകരിക്കുന്നു. അത് വിശദീകരിക്കുന്നു 1-ാമത്തെ ആയത്തിലൂടെ. എന്നാൽ അവിടെ അല്ലാഹുവിന്റെ തീരുമാനത്തെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ അനുസരിക്കുന്നവരായ ആളുകളുടെ കാര്യങ്ങൾ അല്ലാഹു ഇങ്ങനെ വിശദീകരിച്ചു വരുന്നു. അവർക്കുള്ള ഗുണഗണങ്ങൾ, അവർക്കുള്ള ജീവിതത്തിൽ അവർ പുലർത്തുന്ന നന്മകളെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹു എന്ന് കേൾക്കുമ്പോ, അല്ലാഹു എന്ന് അവർ പറയുകയും അവർ കേൾക്കുകയും ചെയ്യുമ്പോ വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് റബ്ബിനെ കുറിച്ച് ഓർത്തിട്ടൊരു നടുക്കുണ്ടാകും. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മുൻപിൽ ഓതി കേൾപ്പിക്കപ്പെടുമ്പോ അവർക്ക് അതിൻ്റെതായ നിലക്ക്
ആളുകൾക്ക് സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കുന്നവരായി അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എനിക്ക് ഇതാ ഇന്ന ആയത്ത് കേട്ടിട്ട് എന്റെ ഈമാനികമായി ഒരു ഈമാനിന്റെ ഒരു അവസ്ഥ ഇതാ ഉയർന്നിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ആളുടെ കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളായിരിക്കും അവർ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? ഒറ്റ വാക്കിൽ ഒന്നും കൂടി ചുരുക്കി പറയാം. അള്ളാഹുവിന്റെ തീരുമാനത്തെ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നു. അള്ളാഹു എന്ന് പറയപ്പെടുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ഭാവം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഈമാനികമായ ഉയർച്ച, റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന ഈമാനിക അവസ്ഥ, ഇതൊക്കെ ഉള്ളവരായ ആളുകളാകുന്നു ശരിക്കും ഈമാനുള്ളവർ എന്ന് അള്ളാഹു സാക്ഷീകരിച്ച് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവർക്ക് റബ്ബിന്റെ അടുക്കൽ മഗ്ഫിറത്തുണ്ട്. മഗ്ഫിറത്തുണ്ട്, റബ്ബിന്റെ അടുക്കൽ സ്വർഗത്തിൽ പദവി ഉയർത്തി കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വമഗ്ഫിറത്തുൻ വരിസുഖുൻ കരീം, റബ്ബിന്റെ പാപമോചനം അവർക്കുണ്ട്, റിസുഖുൻ കരീം, മാന്യമായ ഉപജീവനം അവർക്കുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ കുറെ ആയത്തിൽ. ഇനി മൂന്നാമത്തെ ഭാഗം കൂടി പറയാം. അത് സൂറത്തുൽ പിന്നെ ഇതേ സൂറത്ത് സബഇൽ അൻഫാലിൽ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ 74-ാമത്തെ ആയത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. ഈമാനുള്ള ആൾക്കാര്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവരായ ആളുകൾ. ഇത് അഥവാ ആദ്യകാല മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ ഭാഗം പറയുന്നത് ആദ്യകാല മുസ്ലിങ്ങൾ അഥവാ മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി അതീവ ത്യാഗം ചെയ്ത് ആദ്യ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഈമാനിലേക്ക് കടന്നു വന്നവരായ ആളുകൾ, അവർ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്തവരാകുന്നു. അതേപോലെ തന്നെ മുഹാജിറുകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ, വല്ലദീന ആവൗ വനസറു, ഈ ഹിജ്റ ചെയ്ത് എത്തിയവർക്ക് അഭയം നൽകുകയും അവർക്ക് വേണ്ട ഒത്താശകൾ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തവരായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരും ശരിക്കും മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ലഹും അവർക്കുമുണ്ട് മഗ്ഫിറത്തുൻ വരിസുഖുൻ കരീം, അവർക്കും അല്ലാഹുവിന്റെ അടുക്കൽ പാപമോചനമുണ്ട്, റിസുഖുൻ കരീം, മാന്യമായ ഉപജീവനമുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്കതിലൊരു പാടെന്താ? ആദ്യകാലക്കാരെ കുറിച്ച് മാത്രം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടതാണോ? അല്ലെങ്കിൽ മുഹാജിറുകളെ കുറിച്ച് അൻസ്വാറുകളെ കുറിച്ച് പറഞ്ഞതാകുന്നു എന്നൊരു ചരിത്ര വായന മാത്രമാണ് ഉണ്ടാകേണ്ടത്? അല്ല, അവർ ചെയ്തതുപോലെ ജീവിതത്തിൽ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകുന്ന ഏതൊരാൾക്കും അവർ ഈമാനിൽ പ്രചോദിതമായി കൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കും റബ്ബിന്റെ അടുക്കൽ എന്തുണ്ട്? മാന്യമായ ഉപജീവനവും റബ്ബിന്റെ മാപ്പും കിട്ടും, മഗ്ഫിറത്ത് കിട്ടും എന്നുള്ള ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയങ്ങളെ നമ്മൾ ദുനിയാവിൽ മാന്യമായ ഉപജീവനം ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും ഈ മാന്യമായ ഉപജീവനത്തിന് നമ്മൾ അതൊക്കെ ദുനിയാക്കാര്യം എന്നുള്ള നിലക്ക് മാത്രം നോക്കിയിട്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ നടന്നു പോകാൻ, മുന്നോട്ട് പോകാൻ വേണ്ടിക്കൊണ്ട് നമ്മൾ ദുനിയാവിൽ ഇങ്ങനെ അധ്വാനിച്ചാൽ മാത്രം മതി, അധ്വാനിക്കുമ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾക്കുള്ള ബുദ്ധിയും യുക്തിയും തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ട് ഇതൊക്കെ കിട്ടും എന്നുള്ള നിലക്ക്, നമ്മുടെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ചാൽ തന്നെ ഇതൊക്കെ കിട്ടും എന്നുള്ള നിലക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. അതല്ല ഉണ്ടാകേണ്ടത്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതല്ല ഉണ്ടാകേണ്ടത്. മറിച്ച് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. ഏത്? നമ്മൾ ദുനിയാവിന്റെ കാര്യമാണ് ശരി, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ബോധ്യം വേണം, റബ്ബാണ് തരേണ്ടത് എന്നുള്ള ബോധ്യം വേണം. അതോടൊപ്പം തന്നെ നമ്മൾ അധ്വാനിച്ച് വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോവുകയും വേണം. മുന്നോട്ട് പോകുന്നിടത്ത് നമുക്ക് ഈമാനും തവക്കുലും തഖ്വയും റബ്ബിന്റെ മാർഗത്തിലാണ് ഞാൻ ഉള്ളത് എന്നുള്ള ഉത്തമ ബോധ്യവും ഉണ്ടെങ്കിൽ അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യും? റിസുഖുൻ കരീം, മാന്യമായ ഉപജീവനത്തിനുള്ള വഴി തുറന്നു കിട്ടും. എന്ന് പറഞ്ഞാൽ മാന്യമായ ഉപജീവനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്നറിയോ? മനസ്സിന്റെ തൃപ്തിയുള്ള ഒരു ജീവിതം, മനസ്സിന് തൃപ്തി കിട്ടുന്ന ഒരു ജീവിതം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് സാമ്പത്തികമായി ഒരുപാട് ശേഷിയും പ്രാപ്തിയും കഴിവൊക്കെ ഉണ്ടാകും, എന്നാലും കിട്ടിയത് കൊണ്ട് തൃപ്തിയാകാത്ത ഒരു ജീവിതം, കിട്ടിയ അനുഗ്രഹത്തെ കൊണ്ട് തൃപ്തിയാകാതെ എപ്പോഴും മനസ്സിങ്ങനെ അലോസരപ്പെടുന്ന ആൾക്കാരെ കാണാറില്ലേ? അങ്ങനെയാകാതെ എന്നാൽ ഇല്ലായ്മകളുണ്ട്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, തൃപ്തിയാണ്. അങ്ങനെ മനസ്സാക്ഷി അനുയോജ്യമായ രീതിയിൽ തൃപ്തികരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും സന്തോഷമാണ് കേട്ടോ. റബ്ബിന്റെ അടുക്കൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ്, ആ മാനസികമായ അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ഈമാനിക ഭാവം കൊണ്ട്, നമ്മുടെ തവക്കുൽ ബോധം കൊണ്ട്, നമ്മുടെ തഖ്വാ ബോധം കൊണ്ട് ഒരു വലിയ പാഠം ഇവിടെ പഠിപ്പിക്കുന്നു.
ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റിസ്ഖുൻ കരീം കിട്ടാൻ വേണ്ടി ഉണ്ടാകേണ്ട തവക്കുലിനെ കുറിച്ച് പറയുന്ന കുറെ ഹദീസുകളുണ്ട്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അള്ളാഹു സൂറത്ത് ത്വലാഖ് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ചില ആയത്തുകളുണ്ട്. എല്ലാം കൂടി പറയുന്നില്ല, മറിച്ച് നമുക്ക് സുപരിചിതമായ ഒരു ആയത്തുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ത്വലാഖ് സൂറത്തിലെ ആദ്യ ഭാഗത്തുള്ള ആയത്താണ്. റബ്ബിന് തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് യജ്അൽ ലഹു മഖ്റജ, റബ്ബിന്റെ അടുക്കൽ നിന്ന് അയാൾ കെട്ടിക്കുടുക്കലും ബുദ്ധിമുട്ടിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തുറവി അള്ളാഹു തഖ്വണ്ട് എന്നുള്ള നിലക്ക് ഒരുക്കി കൊടുക്കുന്നു പറയുന്നുണ്ട്. തഖ്വയുള്ള ഒരാൾക്കാണെങ്കിൽ ഏത് കെട്ടിക്കൊടുക്കലും അതിൽ നിന്നൊരു മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ജീവിതത്തിന്റെ കെട്ടിക്കൊടുക്കുകൾ, പ്രാരാബ്ധങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെ അഴിച്ചു കിട്ടാനും അതിൽ നിന്ന് മോചനം കിട്ടാനും വലിയ ഒരു മാർഗം റബ്ബിൽ തഖ്വ വെച്ചുള്ള ജീവിതമാണ് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല അല്ലാഹു പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ആലോചിക്കുക കൂടി ചെയ്യാത്ത വഴിക്ക് അവനുള്ള റിസ്ക് അല്ലാഹു കൊടുക്കും, റിസ്ക് അല്ലാഹു കൊടുക്കും എന്ന് പറയുന്നു. വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു, റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവർക്ക് അവൻ മതി, അല്ലാഹു മതി അവർക്ക് എന്നുകൂടിയാണല്ലോ അല്ലാഹു അവിടെ സംസാരിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുന്ദരമായി വിശദീകരിച്ച ഒരു ഭാഗമുണ്ട്. റബ്ബിൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾ, ലൗ അന്നകും തതവക്കൽതും, ഒരു ഹദീസ് തതവക്കൽതും എന്നുണ്ട്, മറ്റൊരു ഹദീസ് തവക്കൽതും എന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, തവക്കൽതും അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ തവക്കുൽ ചെയ്യണം? ഹഖ്ഖ തവക്കുലിഹി എന്നൊരു ക്ലോസ് വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ തവക്കുൽ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് തിന്നാൻ കിട്ടുന്നത് പോലെ, അന്നം കിട്ടുന്നത് പോലെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നം കൊടുക്കും, റിസ്ക് കൊടുക്കും, ഉപജീവനം കൊടുക്കും എന്ന് പറയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ പക്ഷികള് അന്നം കിട്ടാൻ വേണ്ടി അവരുടെ കൂടുകളിൽ നിന്ന് പാറിപ്പോകാതെ അതേ കൂട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അവിടേക്കുള്ള അന്നം അള്ളാഹു ഒരുക്കി കൊടുക്കും എന്നല്ലല്ലോ പറഞ്ഞത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അത് എന്താ പറഞ്ഞത്? യർസുഖു ത്വയ്ർ എന്ന് പറഞ്ഞത് തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന, രാവിലെ അതിരാവിലെ പക്ഷിക്കൂടുകളിൽ നിന്ന് ആ കൂട് വിട്ട് അന്നമന്വേഷിച്ച് അവർ പുറപ്പെടുന്നു. ഇങ്ങനെ പുറപ്പെടുക എന്നുള്ളതാകുന്നു അവിടെ തവക്കുൽ. ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ ഇതാ ഇന്നത്തെ ദിവസത്തെ അന്നത്തിനു വേണ്ടി, എന്റെ കുടുംബം പുലർത്താൻ വേണ്ടി ഞാനിതാ പോവുകയാണ്. മക്കൾക്ക് തിന്നാൻ കൊടുക്കണം, എനിക്ക് അന്നം വേണം, വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടാകണം, അത് ആലോചിച്ചുകൊണ്ട് പുറപ്പെടുകയാണ്. അധ്വാനിക്കാൻ വേണ്ടി അന്നം തേടി പുറപ്പെടുകയാണ്. അതാണ് യഗ്ദു ഖിമാസ, വയറൊട്ടിയവരായിക്കൊണ്ട് അവർ പുറപ്പെടുന്നു. തിരിച്ചു വരുമ്പോഴോ വീട്ടിലേക്ക് വേണ്ടത്, തനിക്ക് വേണ്ടത് വയറ് നിറഞ്ഞവരായിക്കൊണ്ട് അവർ തിരിച്ചു വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് തവക്കുൽ എന്നുകൂടി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് അവിടെ. തവക്കുൽ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരുപാട് വിഭവങ്ങൾ ദുനിയാവിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് എവിടെയാണ് എന്ന് അന്നം തേടി റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പുറപ്പെട്ടാൽ മതി. പുറപ്പെട്ടിടന്ന് റബ്ബ് സുബ്ഹാനഹു അന്വേഷിച്ച് അത് കണ്ടെത്താനുള്ള തൗഫീഖ് റബ്ബ് ചെയ്യും. ഒരുപാട് വിഭവങ്ങളുണ്ട് സഹോദരങ്ങളെ ദുനിയാവിൽ. അത് തുറന്നു കിട്ടിട്ട് തന്നിട്ടുണ്ട് നമുക്ക്. നമ്മളത് തേടി പുറപ്പെട്ട് അവിടേക്ക് എത്തുക എന്നുള്ളതാണ് വേണ്ടത്. ആ മാർഗത്തിൽ റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ട് പുറപ്പെടാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വിഭവങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. ആ വിഭവങ്ങൾ നമുക്ക് തന്നെ നൽകുകയും ചെയ്യും എന്നുള്ള അധ്യാപനമാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒക്കെ നമ്മുടെ ഈമാനിക ഭാവത്തെ, നമ്മുടെ തവക്കുൽ ബോധത്തെ, നമ്മുടെ തഖ്വാ ബോധത്തെയൊക്കെ തന്നെയും ഉയർത്താൻ സാധിക്കുന്ന ഒന്നുമാണ്. റബ്ബിൽ ജീവിതത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വളരെ വലിയൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭ്യമാകുന്ന ആയത്തുകളും അധ്യാപനങ്ങളുമാണ്. അത് ചേർത്തുവെക്കാനും നെഞ്ചോട് ചേർക്കാനും സ്വീകരിക്കാനുമുള്ള തൗഫീഖ് നാഥൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധപ്പെട്ട്
നമ്മുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയത്തിൽ നിങ്ങളെ ചുരുക്കി പറയുമ്പോൾ തഖ്വാ ബോധത്തെക്കുറിച്ച്, ഈമാനിക ഭാവത്തെക്കുറിച്ച്, തവക്കുൽ ബോധത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംക്ഷിപ്തമായിക്കൊണ്ട് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീത്തിന്റെ വെളിച്ചത്തിലൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു. ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടുന്നതാണത്. അതോടൊപ്പം തന്നെ അതിലേക്ക് ചേർത്ത് വെക്കേണ്ടത് ഈ ഈമാനികാവബോധം നമുക്കുണ്ടാകുന്നതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് അല്ലാഹു റസൂൽ നൽകുന്നു. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഇതൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ്. അപ്പൊ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാർത്ഥന റസൂൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ 114-ാമത്തെ ആയത്ത് നിങ്ങൾ വായിക്കണം. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് റിസ്ഖ് ചോദിക്കുന്നുണ്ട്. വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ എന്നതാകുന്നു ആ പ്രാർത്ഥനാ ഭാഗം. ഞങ്ങൾക്ക് നീ റിസ്ഖ് നൽകണമേ. റിസ്ഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ, ഉപജീവനം ഒരുക്കി തരുന്നവരുടെ കൂട്ടത്തിൽ നിന്നോളം ഉത്തമനായ വേറെ ഒരാളുമില്ല. നീ മാത്രമാകുന്നു റിസ്ഖ് നൽകാൻ പ്രാപ്തിയുള്ളവൻ. നമ്മൾ വളരെ പലരെയും ആശ്രയിക്കുകയും വളരെ ഈ ദുനിയാവിൽ ഇങ്ങനെ എനിക്ക് റിസ്ക് കിട്ടണമെങ്കിൽ ഇന്നാള് കനിയണം, ഇന്നോൻ കനിയണം, ഇന്നോന്റെ ജോലി എടുക്കണം എന്നിങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. മറിച്ച് അള്ളാഹുവിനുള്ള ബോധം ഉണ്ടെങ്കിൽ എന്റെ റബ്ബ് എനിക്കുള്ള റിസ്ക് അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനത് തേടി പുറപ്പെടണം, അന്വേഷിക്കണം. എനിക്കുള്ളത് റബ്ബ് നൽകിയിരിക്കും. അന്വേഷിച്ച് പുറപ്പെട്ടാൽ എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോ അള്ളാഹു പറയുന്നു, റബ്ബിനോടുള്ള പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ആ അധ്വാനത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ റിസ്ഖുൻ കരീമായിട്ട്, മാന്യമായ ഉപജീവനമായി കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പാഠം അവിടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും റിസ്ഖിന്റെ കാര്യത്തിൽ ഇങ്ങനെ ബേജാറാകുന്നതിന് പകരം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കടബാധ്യത കുമിഞ്ഞുകൂടിയ, കുന്നോളം കടം കൊണ്ട് കുടുങ്ങിയ മനുഷ്യന്മാരെ കുറിച്ച്, അങ്ങനെ കടം കൊണ്ട് കുടുങ്ങുന്നിടത്ത് നിന്ന് എന്താണ് ഒരു രക്ഷാമാർഗം എന്ന് പ്രയാസപ്പെട്ട് ചോദിക്കുന്ന ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് സഹോദരങ്ങളെ. എന്താണെന്നറിയോ? ദുനിയാവിൽ ഒരുപാട് തുറവി നൽകുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണത്. വേറെ ഒന്നുമല്ല, കടം കുടുങ്ങിയടത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക. ആ പ്രാർത്ഥന കൃത്യമായ ഒരു പ്രവർത്തനം കൂടിയാണ്. ഇസ്ലാമിലെ ഏതൊരു പ്രാർത്ഥനയുടെ പിന്നിലും പ്രവർത്തനം ഉണ്ടാകൂട്ടോ. ആ അർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നീ പ്രാർത്ഥിക്കുക എന്ന് റസൂലുള്ളാഹി അയാളോട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ ഒരു പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ കടണ്ടെങ്കിലും ആ കടത്തിൽ നിന്ന് മോചനം കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോൾ വളരെ വലിയ പാഠമുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്ന ആലോചിച്ചാൽ മതി. അല്ലാഹുവേ, എനിക്ക് നീ ഹലാലാക്കിയത് മതി. ഒന്നതാ, എനിക്ക് നീ ഹലാലാക്കിയത് മതി, നീ ഹറാമാക്കിയത് വേണ്ട. അല്ലാഹുമ്മ അക്ഫിനി, എന്നെ നീ മതിയാക്കേണമേ, എന്റെ മനസ്സിനെ കൊണ്ട് നീ തൃപ്തിപ്പെടുത്തേണമേ. എന്തിന്റെ കാര്യത്തിൽ? ബിഹലാലിക, നീ ഹലാലാക്കിയത് കൊണ്ട് എന്റെ മനസ്സിനെ നീ മതിയാക്കേണമേ, തൃപ്തിപ്പെടുത്തേണമേ. പിന്നെയോ അൻ ഹറാമിക, ഹറാമിനെ തൊട്ട് വിട്ട് അതിൽ നിന്ന് മാറി നിന്നിട്ട് ഹലാലിനെ കൊണ്ട് നീ തൃപ്തിപ്പെടുത്തേണമേ. അതാണ് അല്ലാഹുമ്മ അക്ഫിനി ബിഹലാലിക അൻ ഹറാമിക. എന്നിട്ട് പിന്നെ പറയാ വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നീയല്ലാത്ത വേറെ ദുനിയാവിലെ വേറെ ഏതൊക്കെ പടപ്പുകളുണ്ടോ അവരെക്കാളൊക്കെ എനിക്ക് നീ ധന്യത നൽകണമേ. അതെന്താ ധന്യത? ഇവിടെയുള്ള ബടാ മുതലാളിമാര്, വലിയ വലിയ കോർപ്പറേറ്റ് ഭീകരന്മാര്, അവരെക്കാളൊക്കെ നമുക്ക് കിട്ടാനിരിക്കുന്ന ധന്യത എന്താ? മനസ്സിന്റെ ഐശ്വര്യം തന്നെയാണ്. ആ മനസ്സിന്റെ തൃപ്തിയും ഐശ്വര്യവും എനിക്ക് നൽകിക്കൊണ്ട് ജീവിതത്തിൽ തൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ വലിയ അനുഗ്രഹമാ സഹോദരങ്ങളെ. ആ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര ദുനിയാവ് തുറന്നു കിട്ടിയിട്ടും കാര്യം ഉണ്ടാവൂലല്ലോ. അതുകൊണ്ട് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ റബ്ബിന്റെ അടുക്കൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുക. റസൂലുള്ളാഹിന്റെ അധ്യാപനത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, കടങ്ങനെ വരുത്തുക എന്ന് പറയുന്നത് ഈ റിസ്ഖുൻ കരീം അന്വേഷിക്കുന്നിടത്ത് വലിയൊരു പ്രതിബന്ധമാണ്, ഒരു തടസ്സമാണ്, വലിയൊരു പ്രയാസമാണ്. കടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു ദുർഘടമായ ജീവിതാവസ്ഥ വേറെ ഉണ്ടാവില്ലല്ലോ. കടത്തെ പേടിക്കുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ തന്നെയായിരിക്കും.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഹദീസുകൾ, ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്, മറ്റൊന്ന് മൈമൂന റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസുണ്ട്. ആ രണ്ട് ഹദീസിലും കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറയുമ്പോൾ ഒരാള് അള്ളാഹുവിന്റെ പിന്നെ അള്ളാഹുവിൽ ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് കടം വാങ്ങൽ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ മാത്രമേ വേറൊരാൾ കടം ചോദിക്കുള്ളൂ. അങ്ങനെ നീയത്തുണ്ട്, കടം വീട്ടണം എന്നുള്ള നീയത്തോടു കൂടി ഒരാൾ കടം വാങ്ങുകയാണെങ്കിൽ അള്ളാഹ് അത് വീട്ടാൻ സഹായിക്കുമെന്ന് പറയുന്നത്. അള്ളാഹ് വീട്ടാൻ സഹായിക്കുമെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ. വലിയൊരു പാഠമല്ലേ നമുക്കൊക്കെ നൽകുന്നത്. പലപ്പോഴും കടങ്ങൾ എന്തുകൊണ്ട് കുമിഞ്ഞുകൂടുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കും, അവന്റെ ജീവിത സൗകര്യങ്ങളിലേക്കാണ് നോക്കുമ്പം ആ സൗകര്യങ്ങൾ എനിക്ക് കിട്ടണമെങ്കിൽ കടം വാങ്ങിയേ മതിയാകുള്ളൂ. അവ പിന്നെ ലോണിലേക്ക്, ലോണിന്റെ മേൽ പിന്നെ ലോണിലേക്ക്, ആ ലോണ് വീട്ടാൻ വേണ്ടി പിന്നെ വേറെ അതിന്റെ അപ്പുറത്ത് വേറെ ലോണിലേക്ക്, പിന്നെ വേറെ കുറെ ആൾക്കാർ കടം വാങ്ങലിലേക്ക്, എന്നിട്ട് ദുനിയാവിലെ സൗകര്യങ്ങൾ ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവസാനം വീട് വെക്കാൻ വേണ്ടി കടം വാങ്ങി അതിന്റെ പേരിൽ കിടങ്ങേറാകുന്ന ആൾക്കാർ. ഈ ഒരു അവസ്ഥയൊക്കെ നമുക്ക് വലിയ ഒരു ദുരന്തമല്ലേ? ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വരുതിയിൽ ഒതുങ്ങുന്ന രീതിയിൽ കടം വാങ്ങുന്ന മാനസികാവസ്ഥ അതുണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കിയെടുക്കുന്നിടത്ത് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാമിൻ അബ്ദിൻ, ഒരു അല്ലാഹുവിന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരു അടിമ, കാനത്ത് ലഹു നിയ്യത്തുൻ ഫീ അദാഇ ദൈനിഹി, അയാളുടെ ദൈൻ കടം വീട്ടണം എന്നുള്ള നല്ല ചിന്ത അയാൾക്കുണ്ടെങ്കിൽ, ഇല്ലാ കാന ലഹു മിനല്ലാഹി ഔന, അല്ലാഹു ആ കടം വീട്ടാൻ സഹായിക്കും. കൊടുക്കണം, തിരിച്ചടക്കണം, തിരിച്ചു വീട്ടണം എന്ന നിയ്യത്തുള്ളവർക്ക് അത് കൊടുത്തു വീട്ടാൻ സഹായിക്കുന്നു പറഞ്ഞാൽ അത് കൊടുത്തു വീട്ടാനുള്ള നിയ്യത്തുണ്ടെങ്കിൽ അതിനുവേണ്ടി അയാൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കും. ആ പ്രയത്നത്തിന്റെ മാർഗത്തിൽ അള്ളാന്റെ ബർക്കത്തുണ്ടാകും, അയാൾക്കത് വീടി കിട്ടുകയും ചെയ്യും. എത്രയോ അനുഭവങ്ങൾ ജീവിതത്തിലില്ലേ? എന്നാലോ കടത്തെക്കുറിച്ചൊരു ഭീതിയില്ല, ഭയപ്പാടില്ല. അത് തന്റെ മരണത്തോടു കൂടി വലിയ ഭാരമായി തന്റെ ചുമലിലൊരു വലിയ ഭാരമായി കൊണ്ട് വരാനിരിക്കുന്നുണ്ട്. മരണത്തോട് മയ്യത്ത് നിസ്കരിക്കുന്ന സമയത്തല്ലേ വലിയ ഇടങ്ങാറാണല്ലോ കടന്നുണ്ടെങ്കിൽ. അവിടെ തൊട്ട് തുടങ്ങാനുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യനാണെങ്കിലോ, ഓർക്കുന്ന മനുഷ്യനെ കടം വാങ്ങുന്നതിന് വിദഗ്ധുണ്ടാവും. ഇല്ലെങ്കിലോ അയാൾക്ക് പിന്നെ പേടിയില്ലല്ലോ. പേടിയില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാം എന്നുള്ള നിലക്കായി തീരുകയും അയാളെ കുറിച്ച് ഇങ്ങനെ ഒരു മോശം അവസ്ഥയോടുകൂടി മരിച്ചു പോകേണ്ടി വരും ചെയ്യും. അതുണ്ടാകാതിരിക്കാനുള്ള അധ്യാപനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഉൾക്കൊള്ളുമ്പോൾ അവിടെയും റിസ്ഖുൻ കരീമുണ്ട് എന്നുള്ള പാഠം അതും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു. വേറെയും ചില 1-2 പോയിന്റുകൾ കൂടി സംക്ഷിപ്തമായി പറയട്ടെ. അത് ഇതാകുന്നു, നമുക്ക് കിട്ടിയ നിഅമത്തിന്റെ ശുക്ർബോധം വളർത്തണം. കിട്ടിയ നിഅമത്തിന്റെ ശുക്ർ, നന്ദി ബോധം ഉണ്ടാവുക. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ അടുക്കൽ നിന്ന് ദുനിയാവിന്റെ സൗകര്യങ്ങൾ ഒരുക്കി തരാനും തുറന്നു തരാനും വലിയ ഒരു കാരണം അതാകും എന്ന് സൂറത്തു ഇബ്രാഹീമിലെ 7-ാമത്തെ 71-ാമത്തെ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പരിശോധിക്കാവുന്നതാകുന്നു. അതേപോലെ റിസ്ക് കിട്ടാൻ വേണ്ടിക്കൊണ്ട് മറ്റൊരു മാർഗം ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറും തൗബയും, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാഗത്തിരുന്നാ കിട്ടുന്നല്ല. അതിനുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഈ ഇസ്തിഗ്ഫാറും തൗബയും അധ്വാനത്തിന് പിറകെ നമ്മോടൊപ്പം ഇങ്ങനെ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ദുനിയാവിന്റെ ഭൗതികമായ സൗകര്യങ്ങളിൽ നിന്ന് മാന്യമായ ഉപജീവനം അള്ളാഹു ഒരുക്കി കൊടുക്കും. ഖുർആൻ പറയുന്നുണ്ട്, വ അനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടുകയും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയുമാണെങ്കിൽ യുമത്തിഉകും മതാഅൻ ഹസന, നല്ല ഭൗതിക വിഭവം നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കി തരും, ഉണ്ടാക്കി തരും. ഇലാ അജലി മുസമ്മ, ഒരു പരിധി വരെ. ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം എത്രയാണോ അത്രയും കാലത്തേക്കുള്ളതൊക്കെ അല്ലാഹു ഒരുക്കി തരും. ഇസ്തിഗ്ഫാറും തൗബയുമാണ് അതിന് വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അതേപോലെ മറ്റൊരു കാര്യം കൂടെ സിലത്തുർ റഹിമാണ്, കുടുംബബന്ധം ചേർക്കുക. അവിടെയും ആ വിഷയത്തിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഓർക്കുകയും പഠിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കാൻ നമ്മൾ ഈമാനികമായി ഉയരുകയും ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ പോരായ്മകളും നാഥൻ നമുക്കെല്ലാവർക്കും മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അള്ളാഹുവേ, ഞങ്ങളുടെ നന്മകളെ നീ സ്വീകരിക്കണമേ. തിന്മകളും പോരായ്മകളും മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ തിരുത്തിക്കൊണ്ട് ഈമാനികമായി കൊണ്ട് മുന്നേറാനുള്ള അമലുസ്വാലിഹാത്തുകളെ കൊണ്ട് നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക്
എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. കടബാധ്യതകളാൽ കുടുങ്ങിയവർക്ക് കടങ്ങളിൽ നിന്ന് മുക്തിയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമുൻ അലൽ മുർസലീൻ.